ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നേ ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ പാചകമാണ് കേട്ടോ. ഞങ്ങൾ വീക്കെൻഡിലെ കൂട്ടുകാരെല്ലാം കൂടെ ഒത്തുകൂടിയിട്ട് ഒരു ദം ബിരിയാണി വെക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ വയലോരത്ത് പോയിട്ട് നല്ല സുന്ദരമായ സ്ഥലമാണ്, അവിടെ പോയിട്ടാണ് ഞങ്ങളിത് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത് എല്ലാവരുടെ. അങ്ങനെ എല്ലാവരും ഒത്തുചേർന്ന് നല്ല ഒരുമയോട് അടിപൊളിയായിട്ട് ഒരു ദിവസം എൻജോയ് ചെയ്യാനാണ് ഞങ്ങളിന്ന് പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്കും സമയം കിട്ടുമ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ. സത്യത്തിൽ നമ്മളൊരു സ്റ്റാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും എല്ലാം ഒരു എന്താ പറയുന്നത്, നല്ല സൂപ്പർ വൈബാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അരിയൊക്കെ കഴുകിയിട്ടു കേട്ടോ. ഇനിയും ചിക്കനുള്ള സവാളയും ഐറ്റങ്ങളൊക്കെ വഴറ്റുകയാണ്. എല്ലാവരുടെ ചേർന്ന് നല്ല സുന്ദരമായിട്ടൊന്ന് പാചകം ചെയ്തു കേട്ടോ. കാരണം മനുവണ്ണം വിറകോട്ടൊക്കെ വരുന്നുണ്ട്, കാട്ടിപ്പോയി. അങ്ങനെ അരി നമ്മുടെ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയും ചിക്കനെ റോസ്റ്റ് ചെയ്യാനാണ്, മസാലകളും കാര്യങ്ങളും എല്ലാം ചേർത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്കൊരു കൊതി വരും. സത്യം പറഞ്ഞാണല്ലോ, ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഈ വയലോരത്ത് വന്നിട്ട് ഇങ്ങനെ പാചകമൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ത്രില്ല് വേറെയാണ്. അതുകൊണ്ട് ഇത് ചിക്കനിലേക്ക് ഒരു സ്പെഷ്യൽ എസൻസ് ചേർക്കുകയാണ്. നിങ്ങളും ചിക്കനൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വാങ്ങുകയാണ്. വാങ്ങി ഇതിനകത്തിലേക്ക് ദമ്മടിക്കാനുള്ള പരുവത്തിലേക്ക് സെറ്റാക്കുകയാണ്. അങ്ങനെ ഒരു 3 ലെയർ ചിക്കൻ നമുക്ക് ഇടാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്കും റൈസും സാധനമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം 10-15 പേരുണ്ടായിരുന്നു. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ 10-30 പേർക്ക് കൂടി കഴിക്കാനുള്ള സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് കുറേ സാധനങ്ങൾ പാഴ്സൽ ചെയ്ത് കുറേ ആളുകൾ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ദമ്മടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. കനലൊക്കെ വാരിയിട്ട് ദമ്മ ചെയ്യുകയാണ്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. സൂപ്പർ ഒരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് അടുത്തുനിന്ന് ചൂണ്ടിട്ടപ്പോൾ ഒരു മീനെ കിട്ടിയിരുന്നു വരാറിനെ. അതിനെ കൊണ്ട് നിർത്തി കൊണ്ട് പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. അതിങ്ങനെ ടച്ചിങ്ങിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തു എല്ലാവരും, കണ്ടില്ലേ. പിന്നെ ഇരുട്ടായിരുന്നു, നല്ല പന്തമൊക്കെ കത്തിച്ചിട്ട് ഞങ്ങൾ ദമ്മൊക്കെ ഇങ്ങോട്ട് പൊട്ടിച്ചു കേട്ടോ. പപ്പടമൊക്കെ വറുത്തതാ മിന്നലൊക്കെ അടിക്കുന്ന കാണാം നിങ്ങൾക്ക്. നല്ല മഴക്കോളായി. അപ്പോഴത്തേക്ക് എല്ലാവരും വേഗം കഴിക്കാനൊക്കെ പ്ലാൻ ചെയ്തു, കാര്യം മഴയാണല്ലോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഒരു ദിവസം എൻജോയ് ചെയ്തു കേട്ടോ. നമുക്ക് കൂട്ടുകാരോടെ ഇങ്ങനെ ഇടുന്ന നിമിഷങ്ങളുണ്ടല്ലോ, സൂപ്പറായിട്ട് നമ്മൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കണം. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷങ്ങൾ ഇതൊക്കെയാണ്. ഇങ്ങനെ പിന്നെ നമുക്ക് കുറേ കാലം കഴിഞ്ഞ് ഇതൊക്കെ ഓർത്തെടുക്കാൻ പറ്റും. ചിലപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഒന്നും ഒത്തുവന്നൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് പറ്റുന്നവരൊക്കെ ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, ബൈ.